ഹായ് കൂട്ടുകാരെ, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലേ? എന്താണ് വിശേഷങ്ങളൊക്കെ? എനിക്കിവിടെ സുഖമാണ്. അപ്പം ഞാനൊരു ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു തോരൻ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഒരു നാടൻ രീതിയിലുള്ള ഒരു തോരനാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ബസള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെൻ്റെ ഒരു കൂട്ടുകാർ കൊണ്ടു തന്നതാണ്. അങ്ങനെ നാടൻ ബസളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇല മാത്രം എടുത്ത് ഞാൻ മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു തക്കാളി, ഒരു സവാള, ഒരു 4-5 പച്ചമുളക്, തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് മല്ലിയും മുളകും ഞാൻ ചൂടാക്കി മിക്സിയിൽ പൊടിച്ചെടുക്കുന്നതാണ്. അങ്ങനെ അതൊക്കെ ചൂടാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി. അപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, കടുക് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് ഞാൻ ഫ്രൈ ആയതിന് ശേഷം അതിലേക്ക് ഞാൻ സവാളയും ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അധികം ഞാൻ ഫ്രൈ ആക്കുന്നില്ല, കുറച്ച് വഴറ്റിയതാണ് കേട്ടോ. അപ്പോൾ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തക്കാളിയും ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണേ. ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊക്കെ മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിനുശേഷം തക്കാളി ഇതൊക്കെ മസാലക്കൂട്ടൊക്കെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ള മുളക്, മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഞാൻ നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മണം വന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നല്ലവണ്ണം ഞാൻ വഴറ്റിയെടുക്കുന്നു. അപ്പോൾ അതൊക്കെ റെഡിയായി വരുമ്പോൾ അതിലേക്ക് ഞാൻ മുറിച്ച് വെച്ചിട്ടുള്ള ബസള ഇട്ട് കൊടുക്കുന്നുണ്ട്. ബസള ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചെറുതായി മുറിച്ച് നമുക്ക് വെന്ത് കിട്ടുമ്പോൾ ഒരുപോലെയാണ്. ഞാൻ കുറച്ചൊക്കെ വലുപ്പം കൂടുതലൊക്കെ ആയിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം നല്ലവണ്ണം ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ നല്ലവണ്ണം മിക്സ് ചെയ്ത് അപ്പോൾ അത് കുറച്ച് സമയം മാത്രം അതിന് വെന്ത് കിട്ടാനുള്ളൂ. അപ്പോൾ അത് ഞാൻ ഒരു പാത്രം അടച്ച് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഒരു 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അങ്ങനെ അതൊക്കെ വെന്ത് വരുന്നിടയ്ക്ക് ഞാൻ കുറച്ച് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ മിക്സിയിലിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് 4 വെളുത്തുള്ളി അല്ലി, അതേപോലെ തന്നെ ഒരു 4 പച്ചമുളക് ഇട്ട് ഞാൻ അരച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതിന് എൻ്റെ ഈ ബസള വെച്ചതൊക്കെ മസാലക്കൂട്ടൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ വെറൈറ്റി ആയ ഒരു 2 മുട്ട ഉടച്ച് അത് കലക്കിയിട്ടാണ് കേട്ടോ ഞാൻ നല്ലവണ്ണം കലക്കി ഒഴിച്ച് കൊടുത്തതാണ്. അപ്പോൾ അതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾക്ക് കറി കൂട്ടും കഴിക്കുമ്പോൾ അപ്പോൾ അതിന് കുറച്ച് ടേസ്റ്റും കൂടുതലായിരിക്കുമല്ലേ. അങ്ങനെ ഞാൻ മുട്ടയൊക്കെ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ അതിനെ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ മുട്ട ഒഴിച്ച ഒരു ഇതുമില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊണ്ട് അപ്പോൾ അത് നല്ലവണ്ണം നമ്മൾക്കെല്ലാം ഇതായി കിട്ടിയല്ലേ. അപ്പോൾ അതിനുശേഷം ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചതച്ചതാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നല്ലവണ്ണം മിക്സ് ചെയ്യുന്നു. അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റിലാണ് ഞാൻ ഈ ഒരു തോരൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ തോരനൊന്ന് നിങ്ങൾ ഇഷ്ടമായാലൊന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ ഇത് നിങ്ങളിങ്ങനെ ഇതുപോലെ ഉണ്ടാക്കാറുണ്ടോ? അപ്പോൾ ഈ ബസളയ്ക്ക് നിങ്ങൾ എന്താണ് പേരൊക്കെ പറയുന്നതെന്നൊക്കെ എഴുതി അറിയിക്കാം. അങ്ങനെ ഇത് അടിപൊളി ടേസ്റ്റുള്ള ബസള തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ തോരൻ ഉണ്ടാക്കിയത്. ഇങ്ങനെ തേങ്ങ അരച്ച് കറി ഉണ്ടാക്കി വെക്കും.